CK രാജേഷ് കുമാർ കായിക ലേഖകൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രാജേഷ് കുമാർ, ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒന്നാണ് അർജന്റീന വരുമോ, അതിനപ്പുറത്തും മെസ്സിയെ ഒന്ന് നേരിട്ട് കാണാൻ സാധിക്കുമോ, അദ്ദേഹത്തിൻ്റെ മാന്ത്രിക കാലുകൾ കാണാൻ ആഗ്രഹിക്കുന്ന നിരവധിയായ മലയാളികളുണ്ട്. അവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നായിരുന്നു മെസ്സി കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളത്. പക്ഷേ ഇപ്പോഴിതാ ഈ അർജന്റീനിയൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് നവംബറിൽ മത്സരം കേരളത്തിൽ നടക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നാണ്. ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ അവിടെ അതൃപ്തിയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ റിപ്പോർട്ടുകളെ വിശ്വസിക്കേണ്ടതില്ല. ഈ റിപ്പോർട്ടുകളോട് എന്ത് പ്രതികരിക്കാനാണ് എന്നുള്ളതാണ് ഇതിൻ്റെ സംഘാടകർ ചോദിക്കുകയും ചെയ്യുന്നത്. താങ്കൾക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഈ തുടക്കം മുതലേ ഇപ്പൊ അർജന്റീന ടീം കേരളത്തിൽ കളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പുകമറ ഉണ്ടായിരുന്നു. നമ്മൾ ന്യൂസ് 18 തന്നെ നമ്മൾ പല തവണ ഈ വിഷയത്തിൽ ചർച്ച നടത്തിയിട്ടുമുണ്ട്. ആൻഡോ, പ്രധാനപ്പെട്ട സ്പോൺസറായ ആൻഡോ അഗസ്റ്റിൻ തന്നെ നേരിട്ട് വരിക, നമ്മൾ ആ ചർച്ചയിൽ പങ്കെടുക്കുക, സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് മെസ്സി വരുവോ അല്ലെ അർജന്റീന വരുവോ എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് വരുമ്പോൾ ഒരു പബ്ലിക് അല്ലെങ്കിൽ അത്രത്തോളം ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന ഒരു സംഭവത്തിൽ അതിന് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഇവർ തമ്മിലുള്ള എഗ്രിമെന്റ് എന്താണ്. നമുക്കിപ്പം സ്പോൺസർ ആൻഡോ അഗസ്റ്റിൻ അല്ലെങ്കിൽ സ്പോൺസർ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്നതിനുപരി ഇത് സർക്കാർ ഇൻവോൾവ് ആണ്, പബ്ലിക് മണി ഇൻവോൾവ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ പബ്ലിക്കിന് ലഭിക്കുക എന്ന് പറയുന്ന ഒരു പ്രാഥമികമായിട്ടുള്ള കാര്യം. നമ്മളെല്ലാവരും ആകാംക്ഷ അല്ലെങ്കിൽ നമുക്ക് എല്ലാവരും സന്തോഷമുള്ള ഒരു കാര്യം മെസ്സിയെ കൊണ്ടുവരിക അല്ലെങ്കിൽ മെസ്സി കേരളത്തിൽ വന്ന് കളിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ അഭിമാനം പകരുന്ന കാര്യമാണ്. പക്ഷെ അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ആൻഡോ അഗസ്റ്റിനോ അല്ലെങ്കിൽ സർക്കാരോ നമുക്ക് ഉത്തരം തരുന്നില്ല എന്നുള്ളതാണ്. എന്താണ് ഇവിടെ എഗ്രിമെന്റ് ബ്രീച്ച് ചെയ്തു എന്നാണ്, തുടർച്ചയായി എഗ്രിമെന്റ് ബ്രീച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ലാനാസിയോൺ എന്ന് പറയുന്ന അവരോട് അർജന്റീന ഫുട്ബോൾ ടീമിനോട് തന്നെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാധ്യമം AFA ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അല്ലെങ്കിൽ അവരുടെ വളരെ വിശ്വസനീയമായിട്ട് നമ്മളെല്ലാവർക്കും അറിയാം ഇങ്ങനെയുള്ള വാർത്തകൾ വരുന്നത് എങ്ങനെയാണ്. നേരിട്ട് ഔദ്യോഗികമായിട്ട് സംബന്ധിച്ച കരാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നതിന് നേരിട്ട് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു കമന്റ് പെട്ടെന്ന് ഉണ്ടാകില്ല. പക്ഷേ നെഗോസിയേഷൻസ് നടക്കും. നമുക്ക് അങ്ങനെ നെഗോസിയേഷൻസ് നടക്കട്ടെ, അർജന്റീന വരട്ടെ, കളിക്കട്ടെ. പക്ഷെ പ്രാഥമിക ഇപ്പൊ നമുക്ക് ഇനി ഒരു മാസം ഉള്ളൂ നമ്മുടെ ടീം വരുന്നതിന്. ഈ ഒരു മാസത്തിനുള്ളിൽ നമുക്ക് എതിർ ടീം ആരാണ് എന്നുള്ള ഒരു കാര്യത്തിൽ ആൻഡോ പറയുന്നു ഓസ്ട്രേലിയ വരുമെന്ന്. പക്ഷെ ഓസ്ട്രേലിയ ഫുട്ബോൾ അസോസിയേഷൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു കമന്റും നടത്തിയിട്ടില്ല. അവിടെ അങ്ങനെ ഒരു കലണ്ടറിൽ അവരുടെ അതൊട്ട് രേഖപ്പെടുത്തിയിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് നമ്മളത് സ്ഥിരീകരിക്കാൻ സാധിക്കുക? അല്ലെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഈയിടെ ഒരു വാട്സ്ആപ്പ് ചാറ്റ് പുറത്തു വന്നിരുന്നത് കണ്ടിട്ടുണ്ടാവും. അതിൽ അവർ പറയുന്നത് ഞങ്ങൾ അങ്ങനെ ഒരു ഷെഡ്യൂള് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയത്തില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് ഈ ഒരു മാസം മാത്രം? ഇപ്പൊ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രതിനിധി നമ്മുടെ കലൂർ സ്റ്റേഡിയം ഒന്ന് പരിശോധിച്ചു വന്നു. നമ്മളെല്ലാവരും കണ്ടതാണ്. അദ്ദേഹം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊള്ളാൻ ഒരു ഗ്രീൻ കാർഡ് നൽകുകയും ചെയ്തു സ്പോൺസേഴ്സിനും സർക്കാരിനും. അതുപോലെ തന്നെയാണ് അർജന്റീനയുടെ ടീം അവർക്ക് കളിക്കാൻ ഇവിടെ സ്റ്റേഡിയം യോഗ്യമാണോ, ഫിഫയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചാണോ, ഈ കാര്യങ്ങൾക്കായിട്ടൊന്നും ഇവിടെ ഓസ്ട്രേലിയൻ ടീം കേരളത്തിൽ എത്തിയിട്ടില്ല ഇതുവരെ. അല്ലെ വന്നതായിട്ട് നമുക്ക് ആർക്കും അറിയത്തില്ല, രഹസ്യമായിട്ടല്ല വന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ പബ്ലിക്കായിട്ട് പിന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലുള്ള ഒരു രേഖ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ആകെ GCDയിലേക്ക്, അതായത് നേരത്തെ തിരുവനന്തപുരത്തായിരുന്നു ഈ മത്സരം തീരുമാനിച്ചിരുന്നത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. അത് അവിടെ നടക്കുകയല്ല, കലൂർ സ്റ്റേഡിയത്തിലായിരിക്കും നടന്നത്. അപ്പൊ കലൂരെ സ്റ്റേഡിയത്തിന്റെ ഫെസിലിറ്റീസിന് അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ആശയവിനിമയം നമ്മുടെ കായിക മന്ത്രിയുടെ ഭാഗത്തുനിന്ന് GCDA ചെയർമാൻ അയച്ചത് മാത്രം ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഭാഗത്തുനിന്ന് ഒരു സ്ഥിരീകരണവും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇത്രയും നാളായിട്ടും ഇത്രയും വലിയൊരു ഇവന്റ് നടക്കുന്ന സ്വഭാവമായിട്ട് അത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെയും കൂടി ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. അവരാണ് ഇതിനകത്ത് ശരിക്കും മുഖ്യ സംഘാടകരായിട്ട് പോലും വരേണ്ടത്. അതുപോലെ തന്നെയാണ് കേരള ഫുട്ബോൾ അസോസിയേഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ട് യാതൊന്നും ലഭിച്ചിട്ടില്ല എന്ന് അവരും പറയുമ്പോൾ നമ്മളിത് കേവലം ഒരു സ്പോൺസറുടെ വാക്കിൽ മാത്രം വിശ്വസിച്ച് തൂങ്ങേണ്ടതുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായിട്ട് വരുന്ന ചോദ്യം. അതുപോലെ തന്നെ പിന്നെ സർക്കാർ ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് സർക്കാരിന്റെ വാക്കുകളെയാണ് നമുക്ക് വിശ്വസിക്കേണ്ടത്. സർക്കാർ ഈ ജനത്തിനോട് മുഴുവൻ പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും ആരാധകരുള്ള ഒരു ടീമാണ് അർജന്റീന, അതുപോലെ തന്നെ ബ്രസീലും. അതുപോലെ അർജന്റീന വരുമ്പോൾ ഇത്രയധികം പബ്ലിക് വളരെ ഹാർഡ് കോർ ആയിട്ട് ആരാധിക്കുന്ന ആൾക്കാർ വരുന്നതിനെ അത്രത്തോളം കാത്തിരിക്കുമ്പോൾ അവരുടെ മുഴുവൻ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ വരുന്നത് ഒരിക്കലും ആശാസ്യമല്ല. അതിനുവേണ്ട കൃത്യമായ ഉത്തരമാണ് നമുക്ക് വേണ്ടത്. അവിടെയാണ് ആൻഡോ പല ചോദ്യങ്ങളും തിരികെ ചോദിക്കുന്നത്. അത് ഇത്തരം പുകമറകളോ മാധ്യമ വാർത്തകൾക്കോ എങ്ങനെയാണ് ഇങ്ങനെ മറുപടി നൽകിക്കൊണ്ടേയിരിക്കുക? അതായത് ഇപ്പോഴും അർജന്റീന അസോസിയേഷൻ ഏതെങ്കിലും തരത്തിൽ ഈ മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന ഒരു അറിയിപ്പും അവർക്ക് നൽകിയിട്ടില്ല എന്നാണ് പറയുന്നത്.
ആ അസോസിയേഷൻ ആവശ്യപ്പെട്ട നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അനൗൺസ്മെൻറ്റ് ചെയ്യേണ്ട സമയത്ത് വളരെ കൃത്യമായി, ഞാൻ അല്പസമയം മുമ്പ് ആൻഡ്രോയിഡ് വളരെ കൃത്യമായി ചോദിച്ചതാണ്, ഇന്ത്യയുടെ ഫുട്ബോൾ അസോസിയേഷനും ഫെഡറേഷനും അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള സംഘങ്ങൾക്കും ഒന്നും ഇതിൽ റോളില്ലേ? കൃത്യമായ റോളുണ്ട് എന്നും അവർ ഉൾപ്പെടുന്ന അനൗൺസ്മെൻറ്റ് വരുമെന്നുമാണ് ഇപ്പോഴും ആൻഡ്രോ പറയുന്നത്. അല്ല, വന്നുകൊള്ളട്ടെ, വരുന്നതിനൊക്കെ നമുക്ക് സന്തോഷമുള്ളൂ. പക്ഷെ നമ്മൾ കാതലായിട്ടുള്ള പ്രശ്നം എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട എഗ്രിമെന്റിലെ പ്രധാനപ്പെട്ട ക്ലോസ് അത് ചോദ്യം ചെയ്യുമ്പോൾ അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റിയല്ല എന്നുള്ളത്. മെസ്സി വരുമെന്ന് അവർ എഗ്രിമെന്റ് ചെയ്യും. മെസ്സി അടക്കം 7 പേര് ലോകകപ്പ് കളിച്ച് 7 പേര് മറ്റേ കേരളത്തിൽ വരുമെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഒരു ക്ലോസ് ഇവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവർക്ക് കാണിക്കുന്ന എന്താണ് പ്രശ്നം ഇരിക്കുന്നത്? അങ്ങനെ ഒരു ക്ലോസ് അതായത് പബ്ലിക് ആവശ്യമുള്ളതായിരുന്നു. മെസ്സി ഇപ്പൊ ഞാൻ പറയാം, പ്ലേയേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ ഫിഫയുടെ ഇതുണ്ട്. അതായത് ഇപ്പം മെസ്സിക്ക് തോന്നുകയാണ് ഇവിടെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എനിക്കത് ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മെസ്സി വരികയല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു അസുഖം പിടിപെട്ടു, മെസ്സി വരാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ഇവിടെ വന്ന് അതൊന്നും എഗ്രിമെന്റിന്റെ ഭാഗമാക്കാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്ലേയേഴ്സിന്റെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സ്വാഭാവികമാണ് പരിക്ക്. ഇതൊക്കെയാണ്. ഇത് പരിക്ക് വരാം, അല്ലെങ്കിൽ അയാൾക്ക് മെന്റലി, ഞാൻ പറയാം, അടുത്ത വേൾഡ് കപ്പ് വരും, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സി കളിക്കുക, മെസ്സി എത്രത്തോളം കളിക്കുന്നുള്ളൂ. മെസ്സി കളിക്കുക എന്ന് പറയുന്നത് ഫിഫയുടെ ആവശ്യമാണ്, അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ആവശ്യമാണ്. ലോകചാമ്പ്യന്മാര് കളിക്കും, അതിന് മെസ്സിയുടെ അതിന് പ്രായം ഒന്നും ഘടകമല്ല. അത് ഈ കേരളത്തിൽ വന്നൊരു ഇഞ്ചുറി സംഭവിക്കും, ഇതൊക്കെ അവരുടെ കൺസേൺ ആണ്. അത് വലിയതുള്ള ബിസിനസിനെ ബാധിക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ പല പല കാര്യങ്ങൾ ഇതിനകത്ത്, ഘടകങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് വേണ്ടി കൃത്യമായിട്ട് ക്ലാരിറ്റി മാത്രം ആൻഡ്രോയുടെ പറഞ്ഞാൽ സർക്കാർ കായിക മന്ത്രി ഞാനിപ്പോ മനസ്സിലായി, ഞാൻ സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് പോലും നമുക്ക് കിട്ടുന്ന ഒരു വിവരം അനുസരിച്ച് ഇപ്പൊ അവർ പാനിക്കായിട്ടുണ്ടോ എന്നുള്ള പല സംസാരങ്ങളിൽ പാനിക്കായിട്ടുള്ള സംശയം എനിക്കുണ്ട്. ഇന്ന് രാവിലെ കായിക മന്ത്രിയുടെ ഇതാണെങ്കിൽ സ്പോൺസറോട് ചോദിക്കുക, ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്, സ്പോൺസറോട് ചോദിക്കുക എന്നുള്ള രീതിയിലാണ് കായിക മന്ത്രി പറഞ്ഞേക്കുന്നത്. വരും, ഇതുവരെ സ്പോൺസർ പറഞ്ഞേക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് അതായത് ഈ ഒരു വിഷയത്തിൽ പയ്യെ സർക്കാർ കൈകഴുകി എല്ലാ സ്പോൺസറുടെ തലയിലേക്ക് വെക്കുന്ന ഒരു നീക്കം പോലും നടക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ് ശരിക്കും ഇപ്പൊ ഉയരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് അനുമാനിക്കാൻ പറ്റുന്നത്, നമുക്ക് വേണ്ടത് പബ്ലിക്കിനെ ധരിപ്പിക്കേണ്ടതുണ്ട് അർജന്റീന വരുമോ ഇല്ല. നമ്മളിപ്പോ എങ്ങനെയാണ്, അഭിലാഷിന് തന്നെ അറിയാം, അഭിലാഷ് മാധ്യമപ്രവർത്തകൻ, അഭിലാഷ് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്? ഈവൻ ആൻഡോ പോലെ ഒരു വലിയൊരു മാധ്യമ സ്ഥാപനം നടത്തിക്കുന്ന ആളാണ്. എങ്ങനെയാണ് സോഴ്സ് എന്ന് പറയുന്നത്? ഇത്തരത്തിലുള്ള സോഴ്സ് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ BCCI വൃത്തങ്ങളിൽ പറഞ്ഞ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്, BCCI വൃത്തങ്ങൾ അറിയിച്ചു. എങ്ങനെയാണ് BCCIയിലെ ഒഫീഷ്യൽസ് ആരെങ്കിലും പറഞ്ഞു കേട്ട വിവരം വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അവർക്ക് അതിനകത്ത് പബ്ലിക്കലി വന്ന് പറയാൻ ചില പരിമിതികളുണ്ട് ഒരു അസോസിയേഷനെ സംബന്ധിച്ച്. അത് മറ്റ് കരാറുകളുടെയും ഒക്കെ അതുമായി ബന്ധപ്പെട്ടിരിക്കും. അതുകൊണ്ടാണ് അവർ പറയാം. പക്ഷെ അവിടുത്തെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഏറ്റവും അടുപ്പമുള്ള ഒരു, അല്ലെങ്കിൽ മെസ്സി ആയിട്ടൊക്കെ ഏറ്റവും അടുപ്പമുള്ള ഒരു മാധ്യമപ്രവർത്തകനാണ് കഴിഞ്ഞ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഷെഡ്യൂൾ തന്നെ ഇത് ഏറ്റവും ആദ്യം ആ മത്സരം നടക്കാനുള്ള പോസിബിലിറ്റി ഇല്ല. പിന്നെ അവരൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, അത് നമുക്ക് സത്യമെന്ന് വിശ്വസിച്ചു. അതായത് നമുക്ക് മാർച്ചിലേക്ക്, അതായത് എഗ്രിമെന്റിന്റെ ക്ലോസ് അല്ലെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് വരും, പെട്ടെന്ന് നമുക്ക് എടുത്തു ചാടി ആ സ്റ്റേഡിയം ഫെസിലിറ്റീസ് ഇതൊന്നും ഇത്ര പെട്ടെന്ന് തിടുക്കത്തിൽ റെഡിയാകില്ല. അതുകൊണ്ട് മാർച്ചിലെ വിൻഡോയിൽ നമുക്ക് നോക്കാം എന്നുള്ള ഒരു പ്രൊവിഷൻ കൂടി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പക്ഷെ മാർച്ചിലേക്ക് മാറ്റാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് ആൻഡോയും ടീമും പറയുന്നത്. അപ്പൊ ഇതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് പുകമറകൾ ധാരാളമുണ്ട്. അത് മാറ്റി ഏറ്റവും നല്ല രീതിയിലൂടെ അർജന്റീന വന്ന് കളിച്ചു പോവുക എന്ന് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഒരു ആഗ്രഹം. അതിനെല്ലാവരും തയ്യാറായിട്ടിരിക്കുകയാണ്. പക്ഷെ അതിനിടയ്ക്ക് ഇത്തരത്തിൽ ഉള്ള റിപ്പോർട്ടുകൾ വരുന്നത് തീർച്ചയായിട്ടും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. അതിലൊരു നിവൃത്തി സർക്കാർ തന്നെ, ആൻഡോ വരുത്തുക എന്നുള്ളതല്ല, സർക്കാർ പലപ്പോഴും ഈ സൂചിപ്പിക്കുന്ന പോലെ ഇതിലൊരു വ്യക്തത വരുത്താനൊന്നും തയ്യാറാകുന്നില്ല. അവരുടെ ഭാഗത്തു നിന്നും പലപ്പോഴും മറുപടികളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണല്ലോ. അതെ, അതാണ് ഇതിനകത്ത് വരുന്ന കാര്യം. യെസ്, വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. അതാണ് മിഥുൻ, ഇതിലിപ്പോഴും ആശയക്കുഴപ്പം തന്നെയാണ് നിലനിൽക്കുന്നത്. ഒരു ഭാഗത്ത് സ്പോൺസർമാർ പറയുന്നു 17-ാം തീയതി തന്നെ മെസ്സിയും സംഘവും കേരളത്തിലേക്ക് എത്തുമെന്ന്. അവിടെ ഈ സൂചിപ്പിക്കുന്ന പോലെ ടെക്നിക്കലി ഉള്ള ചില പ്രശ്നങ്ങളുണ്ട്. കായിക താരം വ്യക്തിപരമായി അതിൽ നിന്ന് ഒഴിഞ്ഞു നിന്നാൽ സ്വാഭാവികമായും മെസ്സി കളിക്കില്ല. അതിനപ്പുറത്തൊരു ടീമായി വരുമ്പോൾ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എങ്കിൽ മെസ്സി കളിക്കുക തന്നെ ചെയ്യും എന്ന ഒരു നിലപാട് ആവർത്തിക്കുകയാണ് സ്പോൺസർമാർ. അതേസമയം അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ചേർന്ന് നിൽക്കുന്ന സ്പോർട്സ് ലേഖകന്മാർ ഉൾപ്പെടെ പ്രധാനപ്പെട്ട പത്രം അടക്കം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നത് കേരളത്തിലേക്ക് മെസ്സി നവംബറിൽ 17-ാം തീയതി എത്തില്ല എന്ന് കൂടിയാണ്.
അഭിലാഷ്, എന്തായാലും നമുക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു വ്യക്തത ഇനിയും വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും ആൻഡോ അഗസ്റ്റിൻ ഉറപ്പിച്ച് പറയുന്നു, നവംബർ 17 തന്നെ തീരുമാനിച്ച പ്രകാരം തന്നെ അർജന്റീന ടീമും മെസ്സിയും ഇത്തരത്തിൽ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ഏറ്റുമുട്ടുമെന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിൽ ചില വ്യക്തത വരേണ്ടതായിട്ടുള്ളത്, ഒന്ന്, ഈ ഓസ്ട്രേലിയൻ ടീമിന്റെ കാര്യം എങ്ങനെയാണ്? ഓസ്ട്രേലിയൻ ടീം വരുമോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണമോ അത് സംബന്ധിച്ച് അവർ ഇന്ത്യയിലേക്ക് കളിക്കാൻ വരുന്നതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ വിവരങ്ങളോ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ വശം എന്ന് പറയുന്നത്, ഒരു ഇന്റർനാഷണൽ ബ്രേക്കിൽ 2 മത്സരങ്ങളാണ് അർജന്റീൻ ടീം സാധാരണയായി കളിക്കാറുള്ളത്. ഇതിൽ ഒരു മത്സരം അംഗോളയ്ക്കെതിരെ അത് ധാരണയാവുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആദ്യഘട്ട ഒരു കൺഫർമേഷൻ വരും. അങ്ങനെയാണ് അത് അവർ ഷെഡ്യൂൾ ചെയ്യുന്നത്. അതായത് ആദ്യം ഈ ഒരു ടീമിനെതിരെ മത്സരം നടക്കാൻ പോകുന്നു, അത് ഇന്ന രാജ്യത്ത് വെച്ചായിരിക്കും നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ഔദ്യോഗിക കൺഫർമേഷൻ AFAയുടെ ഭാഗത്തുനിന്ന് വരും. അതിനുശേഷമായിരിക്കും ഈ പ്രതിനിധികൾ ഏത് രാജ്യത്ത് വെച്ചാണ് നടക്കാൻ പോകുന്നത്, ആ രാജ്യത്തെ ഏത് സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്, ആ സ്റ്റേഡിയത്തെ സൗകര്യങ്ങൾ, ഒപ്പം തന്നെ അവിടുത്തെ ഹോട്ടൽ റൂമുകൾ, അതായത് ഈ താരങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, ഒപ്പം തന്നെ ഈ കരാറുമായി ബന്ധപ്പെട്ട് ചില മാനദണ്ഡങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും. ആ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പാലിച്ചിട്ടുണ്ടോ, അവയൊക്കെ നടപ്പിലാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം ഈ സംഘം എത്തിയതിനു ശേഷം പരിശോധിക്കുകയും ചെയ്യും. അതിനുശേഷം അവർ തിരികെ എത്തി AFAയ്ക്ക് കൃത്യമായ റിപ്പോർട്ടുകൾ നൽകും. ഇവയെല്ലാം കരാർ പ്രകാരം പാലിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു റിപ്പോർട്ട് ലഭ്യമായാൽ മാത്രമേ ഒരു ഔദ്യോഗിക കൺഫർമേഷൻ ഇത്തരത്തിൽ AFAയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഇത് നേഷൻസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ നേരത്തെ നമ്മൾ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഗാഡ്സൺ എഡ്യൂൾ പോലെയുള്ള അവിടുത്തെ പ്രമുഖനായിട്ടുള്ള സ്പോർട്സ് ജേർണലിസ്റ്റുകൾ അടക്കം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതിൽ ചില ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുകയും ചെയ്തത്. ആ ലംഘനങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ മത്സരം നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മത്സരം റദ്ദാക്കിയിരിക്കുന്നു എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ ഇവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ആ റിപ്പോർട്ട് പ്രകാരം ഇത് പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ്. അതായത് ഈ വർഷം നടക്കില്ല, അടുത്ത വർഷം മാർച്ചിൽ അടുത്ത ഇന്റർനാഷണൽ ബ്രേക്കിൽ മറ്റൊരു മത്സരത്തിൽ ഇതുപോലെ ഇന്ത്യയിലേക്ക് വരാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധ്യതകൾ പരിശോധിക്കാം. പ്രത്യേകിച്ച് അത് മറ്റു മത്സരങ്ങൾ, അതായത് അർജന്റീനയുടെ മറ്റു മത്സരങ്ങൾ, ഒപ്പം തന്നെ ലാലിഗ, മറ്റ് ഈ താരങ്ങളുടെ ഒരു ലഭ്യമാകണം. കാരണം പ്രത്യേകിച്ച് ലാലിഗ, മറ്റ് ലീഗുകൾ നടക്കുന്ന വേളയാണ്. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അതിൻ്റെ ഒരു ഇന്റർനാഷണൽ ബ്രേക്കുകൾ വരുന്നത് മുറയ്ക്കായിരിക്കും അത്തരത്തിലുള്ള മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ ഒരു ഷെഡ്യൂൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ഏവരും ആകാംക്ഷയോട് കാത്തിരുന്നതാണ്, വളരെ പ്രതീക്ഷയോടെ കൂടെ കാത്തിരുന്നതാണ്. മെസ്സി വരണമെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ആൻഡോ അഗസ്റ്റിൻ പോലുള്ള സ്പോൺസറെ നമ്മൾ തള്ളിക്കളയുകയല്ല ചെയ്യുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും അപ്പോൾ തന്നെ അത് നിരന്തരം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത്. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആരാധകർക്ക് അവരെ വഞ്ചിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവരെ പറഞ്ഞു പറ്റിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഒരു തരത്തിലും പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ അവർക്ക് നിരാശപ്പെടുത്തുന്ന വാർത്തകളാണ് വരുന്നത്. എന്തായാലും മെസ്സി വരാനുള്ള കാര്യങ്ങൾ അത് വളരെ പെട്ടെന്ന് തന്നെ തീർപ്പാക്കാൻ ഇത്തരത്തിൽ സ്പോൺസർക്കും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനും സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാൻ. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ റിപ്പോർട്ട് പ്രകാരം അങ്ങനെ ഒരു സാധ്യത വളരെ വിരളമാണ് എന്നുള്ളതാണ്. അതാണ് മെസ്സിയെ കാണാൻ ആഗ്രഹിക്കുന്ന ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ ആണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് അർജന്റീനയിലെ കായിക ലേഖകരുടെ ഭാഗത്ത് നിന്ന് മാത്രമല്ല, ഇപ്പോഴിതാ അർജന്റീനയിലെ പത്രത്തിലും ഇത്തരത്തിൽ കേരളവുമായി, അല്ലെങ്കിൽ കേരളത്തിൽ വന്നുകൊണ്ട് ഒരു സൗഹൃദ മത്സരത്തിന് ഈ നിലവിലെ 17-ാം തീയതി സാധ്യതയില്ല എന്ന റിപ്പോർട്ടുകൾ ആണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ സംഘാടകർ അത് ഇപ്പോഴും നിഷേധിക്കുകയാണ്.